ഫ്രണ്ട്സ് നമസ്കാരം. അങ്ങനെ 2026 ആദ്യത്തെ 3 മാസം കടന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ സാധിക്കും അടുത്ത ഈ വർഷം അല്ലെങ്കിൽ ഈ വർഷത്തിന്റെ എൻഡോടുകൂടി നമ്മൾ എവിടെ എത്തുമെന്നുള്ളത് ഏകദേശം ക്ലിയർ ആണ്. കാരണം ഇപ്പം ചെയ്തത് തന്നെ ആയിരിക്കും ഇനിയും ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ പ്ലാൻ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഭൂരിഭാഗം ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, സമയം പെട്ടെന്നാണ് പോയത്, ഒരിടത്തും എത്തിയിട്ടില്ല, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമയം കടന്നുപോയി. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്, കൃത്യമായിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ഇല്ലാതെ, ഒരു ഗോൾ സെറ്റിംഗ് ഇല്ലാതെ, ഇതിനെ നമ്മളെ സഹായിക്കുന്ന മെന്റർഷിപ്പോ കമ്മ്യൂണിറ്റിയോ ഇല്ലാതെ ഒരു കാലത്തും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു 3 മാസത്തെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി തിരുത്തി പോകുന്നവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഫസ്റ്റ് 3 മന്ത്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റോബർട്ട് കിയോസാക്കിയുടെ ഒരു വാക്യം കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സക്സസ് ആകണമെങ്കിൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള സക്സസ് നല്ല രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാകണം. മാത്രമല്ല നിങ്ങളുടെ എഫേർട്ടുകൾ കോമ്പൗണ്ട് ചെയ്യുമോ എന്ന് കൂടി ഒന്ന് കണക്ക് കൂട്ടി നോക്കേണ്ട അത്യാവശ്യമാണ്. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന പോലെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആകാനായിട്ട് സാധിക്കും. കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു കണക്കും പ്രകാരം എല്ലാവർക്കും എല്ലാം അറിയാം. അവർക്ക് ഇന്റർനെറ്റ് അറിയാം, സോഷ്യൽ മീഡിയ അറിയാം, എല്ലാ അറിവുകളും പെട്ടെന്ന് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായിട്ടുള്ള ഒരു കണക്കാണ് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ചാടി പുറത്തു കിടക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.